കല്യാണപ്പല്ലക്ക്. ഗായത്രിയുടെ കിടപ്പ് കണ്ടിട്ട് ശ്യാമളയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടായിരുന്നു. കാര്യം ഗായത്രി ഒരു തലതെറിച്ച കുട്ടിയാണെന്നൊക്കെ അവരെപ്പോഴും പറയുമെങ്കിലും അവർക്ക് അവളെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. തന്റെ മുഖം ഒന്ന് വാടിയാൽ, മനസ്സിൽ എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആദ്യം കണ്ടുപിടിക്കുന്നത് ഗായത്രിയായിരുന്നു. അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി അമ്മേ? എന്താ അമ്മേ മുഖം വല്ലാതിരിക്കുന്നത്? അങ്ങനെ ഒരു നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിച്ച് ഒടുക്കം നമ്മളെ കൊണ്ടത് പറഞ്ഞ് അതിനുള്ള പരിഹാരവും കണ്ടുപിടിച്ച് എല്ലാം സോൾവ് ആക്കിയിട്ടേ അവൾ അരികിൽ നിന്ന് മാറത്തുണ്ടായിരുന്നുള്ളൂ. ശ്യാമള ഓരോ ആലോചനകളുമായി അടുക്കളപ്പടിയിലിരിക്കുന്ന നേരത്താണ് വേണുമാഷ് അവിടേക്ക് വന്നത്. എന്തു പറ്റി ശ്യാമളെ, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? പെട്ടെന്ന് പിന്നിൽ നിന്ന് വേണുമാഷിന്റെ ശബ്ദം കേട്ടതും ശ്യാമള സാരിത്തുമ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. ഒന്നുമില്ല മാഷ്, ചോറ് കഴിച്ചില്ലായിരുന്നല്ലോ, ഞാൻ ചോറെടുക്കാം. മാഷ് അങ്ങോട്ടേക്ക് ഇരുന്നോളൂ. അടുക്കളയിൽ ഇട്ടിരിക്കുന്ന ഡൈനിങ് ടേബിൾ ചൂണ്ടിക്കാട്ടി അവർ അയാൾക്ക് മുഖം കൊടുക്കാതെ തിരിഞ്ഞപ്പോൾ വേണുമാഷ് അവരെ പിന്നിൽ നിന്ന് പിടിച്ച് ബലമായി തനിക്ക് അഭിമുഖമായി നിർത്തി. എന്തു പറ്റി ശ്യാമളെ, എന്താ നിന്റെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത്? പാവമുണ്ടല്ലേ ഗായു, നല്ല വേദന ഉണ്ടെന്ന് തോന്നുന്നു കുട്ടിക്ക്. നമ്മൾ വഴക്കെന്തെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതിയാ ഒന്നും മിണ്ടാണ്ട് വന്നപാടേ കയറിക്കിടുന്നത്. അതൊക്കെ പോട്ട് ശ്യാമളെ, കുട്ടികളാകുമ്പോൾ ഈ പ്രായത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. വലിയവർക്ക് വരെ സംഭവിക്കുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗായു പോയി മരത്തിൽ കയറിയിട്ടാണ് ഇങ്ങനെ പറ്റിയത്. അതൊക്കെ പോട്ടെ, ഈ പ്രായത്തിലല്ലേ അവർക്കിതൊക്കെ പറ്റൂ. മാഷ് പറഞ്ഞത് ശ്യാമളെ ഒരു ചിരിയോടെ വേണുമാഷിനെ നോക്കി. അല്ലെങ്കിലും മാഷ് എപ്പോഴും ഇങ്ങനെ തന്നെയാ, അവളുടെ സൈഡേ പറയൂ. ശ്യാമള അല്പം പരുവത്തോടെ അതും പറഞ്ഞുകൊണ്ട് തയ്യാറാക്കി വെച്ചിരുന്ന ചോറും കറികളും ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിളിലേക്ക് വെച്ചു. അല്ല, ഗംഗയെ ഇവിടേക്കൊന്നും കണ്ടതേയില്ലല്ലോ. ഓ, അതൊന്നും പറയാതിരിക്കുന്ന മാഷേ നല്ലത്. നമ്മൾ ആശുപത്രിയിൽ പോയതും വന്നതും ഒന്നും ആ കുട്ടി അറിഞ്ഞില്ല. ചെവി മറ്റേ കുന്ത്രണ്ടും കുത്തിക്കയറ്റി ആ മുകളിൽ തന്നെ ഇരുന്നു. അതുവെച്ചാ പിന്നെ ചുറ്റി നടക്കണത് എന്തേലും അറിയണോ? പോട്ടടോ, മാഷ് ശ്യാമളയെ സമാധാനിപ്പിക്കാനായി പറഞ്ഞു. മാഷാണ് കുട്ടികളെ ഇങ്ങനെ വഷളാക്കുന്നത്. ഗംഗയുടെ സ്വഭാവം എനിക്ക് എന്തോ ഒട്ടും പിടിക്കുന്നില്ല മാഷേ. എന്തുമാത്രം സമയമാണ് ആ കുട്ടി ഫോൺ നോക്കിക്കളയുന്നത്. അടുക്കളയിലേക്ക് വന്ന് ഒരു കൈ സഹായം. ഏഹേ, രാവിലെ കഴിക്കാൻ ഇറങ്ങി വരും, പിന്നെ നേരെ മുറിയിലേക്ക് പോകും. ഉച്ചയ്ക്ക് കഴിക്കാൻ വരും, നേരെ മുറിയിലേക്ക് പോവുക. പിന്നെ ഞാൻ എന്തെങ്കിലും ഉറച്ചൊന്ന് പറയോ നിർബന്ധിക്കുകയോ ചെയ്താൽ ആ മുറ്റം ഒന്ന് തൂത്തിടും. അതും വേണം വേണ്ട എന്ന രീതിയിൽ. എന്താണോ ആ കുട്ടി ഇങ്ങനായത്? ശ്യാമള ആലോചനയോടെ പറഞ്ഞു. അവർക്ക് വിഷമം തോന്നുന്നുണ്ടായിരുന്നു ഗംഗ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതിൽ. എടുത്താൻ ഇങ്ങനെ വിഷമിക്കാതെ, ഗംഗയോട് ഞാൻ സംസാരിക്കാം. ഇനി അവൾക്ക് മഹേഷിനെ ഇഷ്ടപ്പെട്ട് കാണില്ലേ മാഷെ? ശ്യാമള സംശയം പോലെ മാഷോട് ചോദിച്ചു. അതെന്ത് വർത്തമാനമാണ് ശ്യാമളെ? ഗംഗ ഇങ്ങോട്ടല്ലേ പറഞ്ഞത് അവൾക്ക് മഹേഷിനെ ഇഷ്ടമായി, വിവാഹത്തിന് സമ്മതമാണെന്ന്? നമ്മളൊരു നോട്ടം കൊണ്ട് പോലും അവളെ നിർബന്ധിച്ചിട്ടില്ല. എങ്കിൽ കുഴപ്പമില്ല, തന്റെ സമാധാനത്തിന് ഞാൻ ഒന്നുകൂടി അവളോട് ചോദിക്കാം. അവൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം മഹേഷിനെ വിവാഹം കഴിച്ചാൽ മതിയെന്ന് പറയാം. ഇപ്പൊ സമാധാനായോ? അയാൾ ശ്യാമളെ നോക്കി ഒരു ചിരിയോടെ ചോദിച്ചതും അവരും അയാളെ നോക്കി കണ്ണു ചെമ്മി ചിരിച്ചു. പിന്നെ മാഷോടൊപ്പം ഇരുന്ന് ഒന്നിച്ച് ആഹാരം കഴിച്ചു. മാമ്പഴപ്പുളിശ്ശേരി മാഷിന്റെ പാത്രത്തിലേക്ക് വിളമ്പുമ്പോൾ ശ്യാമളയ്ക്ക് പിന്നെയും കണ്ണ് നിറഞ്ഞു വന്നു. പാവം എന്റെ കുട്ടി, എന്തിഷ്ടാണെന്നോ മാമ്പഴപ്പുളിശ്ശേരി. മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാച്ചാൽ ഒരു പാത്രം ചോറുണ്ണുന്നവളാ. അതിനെന്താ, അവൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള പോലെ ആഹാരം കഴിക്കാമല്ലോ. താൻ എന്തിനാടോ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇതൊരു 2-3 ആഴ്ചത്തെ കാര്യമല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ പ്ലാസ്റ്ററൊക്കെ എടുത്ത് എല്ലാം പഴയപടി ആവില്ലേ? വേണുമാഷ് തന്നാൽ കഴിയുന്ന വിധമെല്ലാം ശ്യാമളെ സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേ സമയം തന്നെയായിരുന്നു ഗംഗ ഭക്ഷണം കഴിക്കാനായി മുകളിൽ നിന്ന് താഴേക്ക് വന്നത്. ശ്യാമളയുടെ കണ്ണുകൾ അടുക്കളയിൽ വെച്ചിരുന്ന ക്ലോക്കിലേക്ക് നീണ്ടു. 2 മണി കഴിഞ്ഞിരിക്കുന്നു. ചെവി ഹെഡ്സെറ്റും വെച്ച് ഫോണിൽ നോക്കിയാണ് ഗംഗ താഴേക്കുള്ള പടികൾ ഇറങ്ങി വരുന്നത്. ഈ കുട്ടി ഇത് എന്ത് വരവാ? എവിടെയെങ്കിലും തട്ടിമറിഞ്ഞു വീണാലോ? അവളുടെ ആ വരവ് കണ്ടതും ശ്യാമള മാഷോട് ചോദിച്ചു.
അതൊക്കെ അവൾ ശ്രദ്ധിച്ചോളൂ. താൻ ആഹാരം കഴിക്കുക. ആഹാരം കഴിക്കാനായി ഗംഗ വന്നിരുന്നിട്ട് അവളുടെ കണ്ണുകൾ ഫോണിൽ തന്നെയാണ്. തൊട്ടടുത്തിരുന്ന അച്ഛനെയും അമ്മയോ ഒന്ന് നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല അവൾ. ഗംഗെ, മാഷ് വിളിച്ചിട്ടും അവളത് കേട്ടിരുന്നില്ല. അവസാനം ശ്യാമള അവളെ തട്ടി വിളിച്ചു. എന്താമ്മേ? അല്പം ദേഷ്യത്തോടെ അവൾ ശ്യാമളയെ നോക്കി. നിന്നെ അച്ഛൻ എത്ര പ്രാവശ്യം വിളിച്ചു? അതെങ്ങനെ? ചെവിയിൽ ഈ കുന്ത്രാണ്ടം കുത്തിക്കറ്റിയ പിന്നെ ചുറ്റുമുള്ളതും പറയുന്നതും അറിയണ്ടല്ലോ. ആരും പറയുന്നത് കേൾക്കുകയും വേണ്ട. ഡൈനിങ് ടേബിളിൽ ആഹാരം കഴിക്കാൻ വന്നിരിക്കുമ്പോൾ ഫോണുമായി വരരുതെന്ന് ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? മാഷ് ഒരു ചോദ്യം പോലെ ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഗംഗയ്ക്ക് മറുപടിയില്ലാതായി. അതച്ഛാ, ഞാൻ പെട്ടെന്ന് ഇറങ്ങി വന്നപ്പോൾ. ഗംഗ വാക്കുകൾക്കായി പരതി. മോൾ ഒരു കാര്യം ചെയ്യ്, ഫോൺ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആഹാരം കഴിക്കുക. വേണുമാഷ് സ്നേഹത്തോടെ അത് പറഞ്ഞപ്പോൾ അനുസരണയോടെ ഗംഗ ഫോൺ അരികിലേക്ക് മാറ്റിവെച്ചു. ശേഷം ആഹാരം കഴിച്ചു. കഴിച്ച പ്ലേറ്റ് ടേബിളിന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് വേഗം കൈയും കഴുകി ധൃതിയെ ഫോണും എടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങിയതും മാഷിന്റെ പിൻവിളി വന്നു. ഗംഗ. എന്താച്ചാ? ഇത്തവണ അവളുടെ സ്വരത്തിൽ അല്പം ദേഷ്യവും കലർന്നു. ആഹാരം കഴിച്ച പ്ലേറ്റിനി ആര് കഴുകി വെക്കും? അമ്മ. ശ്യാമളെ നോക്കി മാഷോട് വളരെ കൂളായിട്ട് അവളത് പറയുമ്പോൾ ശ്യാമള ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ ഭക്ഷണത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ആ, ഇനി മുതൽ അവരവർ കഴിക്കുന്ന പാത്രം അവരവർ തന്നെ കഴുകി വെക്കണം, കേട്ടല്ലോ? വന്നീ പാത്രം കഴുകി വെച്ചിട്ട് പോ. മാഷ് തറപ്പിച്ചു പറഞ്ഞതോടെ ഗംഗയ്ക്ക് നിൽക്കക്കള്ളി ഇല്ലാതായി. ഫോൺ മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറിന്റെ അവിടെ തന്നെ വെച്ചിട്ട് അവൾ പാത്രം എടുത്തുകൊണ്ടുപോയി കഴുകി കമഴ്ത്തി. അച്ഛനെയും അമ്മയും ആരെയും നോക്കാണ്ട് നേരെ മുകളിലേക്ക് ഒറ്റപ്പോക്ക്. അവളുടെ ആ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വന്നിട്ടുണ്ടെന്ന്. നോക്ക് ശ്യാമളെ, ഇനി മുതൽ അവളുടെ ഒരു കാര്യവും നീ ചെയ്തു കൊടുക്കാൻ നിൽക്കണ്ട. ഇത്രയും പ്രായമായ മക്കളാ. തീരെ ചെറുതാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നതിന് ഒരർത്ഥമുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ആവശ്യമില്ല. മാത്രമല്ല, ചെറിയ ചെറിയ അടുക്കള ജോലികൾ അവളെ കൂടി ചെയ്യിപ്പിക്കുക. അവളെ മാത്രമല്ല, ഗായത്രിയും വിളിക്കണം. എന്നെ കൊണ്ടാവുന്ന ജോലികളൊക്കെ ഞാനും ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒന്നു ചേർന്ന് നിന്നാലേ ഒരു കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. മാഷിന്റെ ആ സംസാരത്തിന് ഒന്ന് മൂളിക്കൊണ്ട് ആഹാരം കഴിച്ച പ്ലേറ്റ് കഴുകാൻ തുടങ്ങിയ നേരത്താണ് ജയന്തി അടുക്കളവാതിൽ വഴി അകത്തേക്ക് വന്നത്. എന്തു പറഞ്ഞു ചേച്ചി ഡോക്ടർ? ഒന്നും പറയണ്ടെന്റെ ചെയ്യേ. 3 ആഴ്ച കൈ പ്ലാസ്റ്റർ ഇടണമെന്ന്. എന്നിട്ട് കായോടെ? അവൾ വന്ന പാടെ കൈ വേദനിക്കുമെന്ന് പറഞ്ഞ് കയറിക്കിടന്നു. ആഹാരം പോലും കഴിച്ചില്ല. നല്ല വേദനയുണ്ടാകും ചിലപ്പോ. ആ, ഇനി അവളെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. പറ്റിയത് പറ്റിച്ചാമേച്ചി. അല്ലാണ്ട് ഇനിയിപ്പോൾ വഴക്ക് പറഞ്ഞിട്ട് എന്തോ കാര്യം. ഞാനവിടെ നിധിയെ കുറേ പറഞ്ഞു. പിന്നെ ഈ പ്രായമല്ലേ, കളിച്ചും ചിരിച്ചും മരം കയറി നടക്കേണ്ട പ്രായത്തിൽ എത്രയെന്ന് വെച്ചാ ഈ പിള്ളേരെ പിടിച്ചിങ്ങനെ വീടിൻ്റെ അകത്ത് ഇരുത്തുന്നേ. ആ പോട്ടെ, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു നെടുവീർപ്പോടെ ശ്യാമള അത് പറഞ്ഞപ്പോൾ ശ്രീബാലയും ശ്രീനിധിയും അകത്തേക്ക് കയറി. ഗായവും മുകളിലാണോ വല്യമ്മ? ആ, അവൾക്ക് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞ് വന്ന പാടെ കയറി കിടന്ന മക്കളെ. ഞാനിന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് നിധി മുകളിലേക്ക് കയറാൻ തുടങ്ങിയതും ജയ അവളെ പിടിച്ച് അവിടെ നിർത്തി. നീ ഇവിടെ നിൽക്ക്, തൽക്കാലം അങ്ങോട്ട് പോകണ്ട. അവൾക്ക് നല്ല വേദനയുണ്ടത്രേ, കിടക്കുകയാകും. ഉറങ്ങി എണീക്കട്ടെ. ഈ സമയം തന്നെയായിരുന്നു ഗായത്രിയും ഉറക്കമുണർന്നത്. അവൾ നേരെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ജനൽവാതിൽ പിടിച്ച് ആരോടോ ഫോണിൽ സംസാരിച്ചു നിൽക്കുന്ന ഗംഗയാണ്. ഗായത്രി പതിയെ കിടക്കയിൽ നിന്ന് എണീറ്റു. 5 വിരലുകൾ മാത്രം പുറത്തേക്ക് കാണാവുന്ന തരത്തിൽ കൈമുട്ട് വരെ പ്ലാസ്റ്റർ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. വിരലുകൾക്കൊക്കെ വല്ലാത്ത കനം. കൈയുടെ നീര് അപ്പോഴും കുറഞ്ഞിട്ടില്ല. താഴെ ശ്രീനിധിയുടെ ശ്രീബാലയുടെ ശബ്ദം കേട്ടതും ഗായത്രിയുടെ മുഖം കൂടുതൽ വിടർന്നു. സന്തോഷത്തോടെ അവൾ പടികളിറങ്ങി. അപ്പോഴാണ് ശ്യാമളയും അവളെ കാണുന്നത്. മുഖത്തൊക്കെ വല്ലാത്ത ക്ഷീണം. ചിലപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതിൻ്റെ ആകും, ശ്യാമള മനസ്സിലോർത്തു. എങ്ങനെയുണ്ട് ഗായുപ്പോ? ഗായത്രി കണ്ട മാത്രമേ തന്നെ അത് ചോദിച്ചത് ജയന്തിയാണ്. കുഴപ്പമില്ല കുഞ്ഞമ്മ, ചെറുതായിട്ട് വേദനയുണ്ട്. പക്ഷെ നീര് കുറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അത് പറയുമ്പോൾ അവൾ കൈപ്പത്തിയിലേക്ക് വീണ്ടും നോക്കി. എവിടെ? ഇങ്ങി വന്നി നോക്കട്ടെ. ശ്യാമളയ്ക്ക് ആദ്യ കയറി. അവർ ധൃതി പിടിച്ച് സ്റ്റെപ്പിലേക്ക് കയറാൻ തുടങ്ങിയതും ഗായത്രി താഴേക്കിറങ്ങി. അമ്മ എന്തിനാ ഇത്രയും ടെൻഷനാകുന്നേ? ഡോക്ടർ പറഞ്ഞതല്ലേ നീര് പതിയെ കുറയൂന്ന്. നിനക്കത് പറഞ്ഞാൽ മതി.
എവിടെയെങ്കിലും ചെന്ന് വലിഞ്ഞു കയറി ഓരോന്ന് ഒപ്പിച്ചു വെച്ചിട്ട് വീട്ടിലിരിക്കുന്നവരുടെ മനസ്സമാധാനം കളയും. ശ്യാമളയുടെ ഉള്ളിലെ ടെൻഷനും വെപ്രാളവും അവളോടുള്ള കരുതലും എല്ലാം ദേഷ്യമായിട്ടായിരുന്നു പുറത്തേക്ക് വന്നത്. അത് ഗായത്രിക്കും അറിയാവുന്നതാണ്. അമ്മ മനസ്സിൽ വെച്ചുകൊണ്ടല്ല ഒന്നും പറയുന്നത്. അവൾ ഒന്നും മിണ്ടാതെ അവരുടെ മാറോട് ചേർന്ന് നിന്നു. ഇങ്ങനെയൊരു വേരത്തരം കാണിച്ച് എന്നിട്ട് ഒട്ടി വന്ന് നിന്നാ മതിയല്ലോ നിനക്ക്. ശ്യാമള അവളെ അടർത്തി മാറ്റാതെ വീണ്ടും വിടാൻ ഉദ്ദേശമില്ലാത്ത പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജയനിധി ജയന്തിക്കും ശ്രീനിധിക്കും അത് കണ്ട് ചിരി വന്നു. കാരണം ഇതൊക്കെ അവിടെ പതിവുള്ള കാര്യങ്ങളാ. ശ്യാമളയുടെ ദേഷ്യവും അതില്ലുണ്ടാക്കാനുള്ള ഗായത്രിയുടെ നുറുങ്ങുവിദ്യകളും അവരെല്ലാവരും സ്ഥിരം കാണുന്ന കാഴ്ചയാണ്. അതേസമയം തന്നെയാണ് മാഷും അടുക്കളയിലേക്ക് വന്നത്. എങ്ങനെയുണ്ട് ഗായു, വേദന കുറവുണ്ടച്ചാ? ശ്യാമളെ, നീ മോക്ക് ആഹാരം കൊടുത്തോ? അയ്യോ, അത് ഞാൻ മറന്നു. ഗായു, നീ വന്നേ ആഹാരം കഴിക്കാം. ഇന്ന് നിനക്ക് ഇഷ്ടപ്പെട്ട മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. നിറയെ ചോറ് കഴിക്കണം. ചെറിയ കുട്ടികളെപ്പോലെ ഗായുവിനോട് പറഞ്ഞു കൊടുക്കുവാണ് ശ്യാമള. ജയന്തിയും മാഷും ആ കാഴ്ച കണ്ണു നിറച്ച് നോക്കിക്കണ്ടു. ഗായത്രി കൈ കഴുകി ആഹാരം കഴിക്കാനായി ഡൈനിങ് ടേബിളിലേക്ക് വന്നിരുന്നപ്പോൾ ശ്യാമള ഒരു പ്ലേറ്റിൽ മാമ്പഴപ്പുളിശ്ശേരിയും മീൻ പൊരിച്ചതുമായി അവൾ കരികിലേക്ക് പറഞ്ഞു, വന്നു. സത്യം പറഞ്ഞ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടെങ്കിൽ പിന്നെ ഗായുവിനും മറ്റൊന്നും വേണ്ട. നീ ഇവിടെ ഇരിക്കെ, അമ്മ വാരിത്തരാം. പെട്ടെന്ന് ശ്യാമള ഇത് പറഞ്ഞതും ഗായു അവരുടെ മുഖത്തേക്ക് ഒരു കള്ളനോട്ടം നോക്കി. അവൾക്ക് ഇഷ്ടമാണ് അമ്മ വാരിക്കൊടുക്കുന്ന ആഹാരം കഴിക്കാൻ. ചില ദിവസങ്ങളിൽ ഒരു കാര്യമില്ലെങ്കിൽ പോലും ശ്യാമളയുടെ പിന്നാലെ നടക്കും. അമ്മയെ ചോറ് വരുത്താമെന്ന് പറഞ്ഞ് ശ്യാമള ഓരോ ഉരുളകളെ കുഴിച്ചെടുത്ത് അല്പം മീൻ പൊരിച്ചതും ചേർത്ത് ഗായത്രിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. അതൊക്കെ ആസ്വദിച്ചിരുന്ന് ഗായത്രി ആഹാരം കഴിക്കുകയാണ്. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതും അവൾ നിധിക്കും ബാലയ്ക്കും ഒപ്പം മുറ്റത്തേക്കിറങ്ങി. പിന്നാലെ തന്നെ ശ്യാമളയും പാഞ്ഞെത്തി. ദേ നോക്ക് ഗായു, ഇനി എവിടെയും ചെന്ന് ഓരോന്ന് ഒപ്പിച്ചോണ്ട് വരരുത്. നീ മുറ്റത്ത് തന്നെ നിന്നാ മതി, മറ്റെവിടേക്കും പോവണ്ട. ഓ എൻ്റെ അമ്മേ, ഞാൻ എവിടേക്കും പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, പോരെ. അതും പറഞ്ഞുകൊണ്ട് മുറ്റത്തെ മാവിൽ കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കെട്ടിയിട്ട ഊഞ്ഞാലിന് അരികിലേക്കാണ് അവൾ പോയത്. ഒരു കൈ കയറി പിടിച്ച് അവൾ പതിയെ ഊഞ്ഞാലിലിരുന്നു. ശ്രീബാലയും ശ്രീനിധിയും മാവിന്റെ വലിയ വേരുകളിൽ ഒന്നിലിരുന്നു. വേദനയുണ്ടോടി? ഇല്ലടി, നല്ല സുഖമുണ്ട്. ശ്രീനിധിയുടെ ചോദ്യത്തിന് തമാശ പോലെ മറുപടി പറഞ്ഞ് ഗായു. ദേ നോക്ക് ഗായു, ഞാൻ തമാശയല്ല, സീരിയസ് ആയിട്ട് ചോദിച്ചതാ. ചുണ്ട് ചുളുക്കി നിധി പറയുമ്പോൾ അവളുടെ ആ പരിഭവത്തിലേക്ക് നോക്കി ഗായുവും ബാലയും ചിരി തൂക്കി. ഹാ, പിണങ്ങല്ലേടി, ചെറിയ വേദനയുണ്ട്. ചെറുതോ? നിന്റെ മുഖം കണ്ടിട്ട് നല്ല വേദനയുള്ള പോലെ തോന്നുന്നുണ്ട്. ആ, ചെറിയ വേദനയുള്ളൂ. എന്നാലും ഏത് നേരത്താണോ ആ മാവിൽ പോയി കയറാൻ തോന്നിയത്? നിധി താടിക്ക് കയ്യും കൊടുത്ത് വിദൂരതയിലേക്ക് നോക്കിയിരുന്നു. അതൊക്കെ പോട്ടെ, അവിടെ നിൽക്കട്ടെ. എന്നിട്ട് പറിച്ച മാങ്ങ എവിടെ? അത് വീട്ടിൽ കാണും. നല്ല ഉപ്പും മുളകും കൂട്ടി തിന്നാലോ? ഉമിനീരിറക്കി കൊതിയോടെ ഗായത്രി പറയുമ്പോൾ ബാലയും നിധിയും അവളെ ഇത് എന്ത് സാധനമെന്ന് മട്ടി നോക്കി. എന്റെ മോളെ, നീ നിന്നാ മിച്ചു. ബാല ഗായുവിനെ നോക്കി കൈ തൊഴുതുകൊണ്ട് പറഞ്ഞു. പിന്നല്ലാതെ, അത് തിന്നാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെട്ട് ആ മാവിലിരുന്ന് ഉറുമ്പിന്റെ കടിയും കൊണ്ട് വലിഞ്ഞു കയറിയത്. എന്നിട്ടോ കൈ ഓടിഞ്ഞു. ആ, ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് നേരെ നിന്റെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി മാങ്ങയും ഉപ്പിലിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. ഗായു ഐഡിയ പോലെ പറഞ്ഞു. ഇതിലെന്താ ഇത്ര പുതുമ? സാധാരണ നമ്മൾ എപ്പോഴും അങ്ങനല്ലേ ചെയ്യുന്നേ. ഓ, നീ ഇങ്ങോട്ട് വാ എന്റെ പൊന്നു നിധി. ഗായത്രി ഒരു കൈകൊണ്ട് അവളെ പിടിച്ചു വലിച്ച് അവരുടെ വീട്ടിലേക്ക് നടന്നു. ശ്യാമളയും ജഗതിയും അകത്ത് വർത്താനം പറഞ്ഞിരുന്നതിന് ഇതൊന്നും ആരും അറിഞ്ഞില്ല. ജയന്തിയുടെ വീട്ടിലെ സ്ലാബിന് മുകളിൽ കയറി ഇരിക്കുവാണ് ഗായു. അവൾക്ക് തൊട്ടപ്പുറം നിന്ന് നിധി മാങ്ങാ മുറിക്കുന്നുണ്ട്. ശ്രീബാലയാണെങ്കിൽ മുളകുപൊടിയും വെളിച്ചെണ്ണയും ഉപ്പുമെല്ലാം അവൾക്ക് അടുത്തേക്കെടുത്ത് വെച്ചു. ഒരു വലിയ പ്ലേറ്റിന് മുകളിൽ വാഴയുടെ തുമ്പില വെട്ടി അതിൽ എണ്ണ പുരട്ടി വെച്ചിട്ട് നിധിയെ നോക്കി നിൽക്കുവാണ് ബാല. നിധി അപ്പോഴേക്കും അരിഞ്ഞെടുത്ത മാങ്ങാ കഷ്ണങ്ങൾ പ്ലേറ്റിലേക്ക് നിർത്തി. ബാല അതിനു മുകളിൽ ഉപ്പും മുളകുപൊടിയും തൂക്കി അല്പ എണ്ണയും ഒഴിച്ചു.
നിധി അത് കൈകൊണ്ട് നന്നായി തിരുമ്മി ഒതുക്കി. ഈ കാഴ്ചയെല്ലാം ഉമിനീർ വിഴുങ്ങി നോക്കിയിരിക്കുകയാണ് ഗായു. സാധാരണ ഇതെല്ലാം അവളാണ് ചെയ്യാറ്. ബാക്കി ആരെയും ആ ഭാഗത്തേക്ക് പോലും അടുപ്പിക്കാറില്ല പെണ്ണ്. നോക്ക് ഗായു, ടേസ്റ്റ് ഉണ്ടോ? ഒരു കഷ്ണം മാങ്ങയെടുത്ത് ഗായുവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നിധി ചോദിച്ചു. ആരുണ്ടാക്കിയാലും ആദ്യത്തെ പീസ് ഗായുവിനുള്ളതാണ്. മാങ്ങ കടിച്ചിറക്കി. ഇറക്കിയവളുടെ കണ്ണുവരെ അടഞ്ഞുപോയി പുളി കൊണ്ട്. നല്ല പുളി, പക്ഷെ കൊള്ളാം, ഗായു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ എക്സ്പ്രഷൻസ് കണ്ടപ്പോൾ നിധിക്കും ബാലയ്ക്കും ഒരുപോലെ നാവിൽ വെള്ളം ഊറി. വടി, നമുക്ക് ഊഞ്ഞാലിന്റെ അടുത്തേക്ക് പോകാം. ഇല്ലെങ്കിൽ അമ്മ വിളിച്ച നമ്മൾ അറിയിക്ക കൂടിയില്ല. ഒന്നും രണ്ടും പറഞ്ഞിരുന്ന് നേരം പോയതോടെ കയ്യിലിരുന്ന പ്ലേറ്റിന് മുകളിലൂടി മറ്റൊരു പ്ലേറ്റ് വെച്ച് അടച്ചു പിടിച്ചുകൊണ്ട് അവർ മൂന്നാളും ഊഞ്ഞാൽ ലക്ഷ്യമാക്കി നടന്നു. സമയം ഏകദേശം വൈകുന്നേരത്തോടെ അടുത്തതുകൊണ്ട് വെയിലൊക്കെ മങ്ങിപ്പോയി. വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ മാങ്ങ കഴിക്കുന്ന നേരത്താണ് ഒരു കാറ് മുറ്റത്തേക്ക് വന്നത്. ഗായു ഇരുന്നിടത്തുനിന്ന് എണീറ്റു. കാർ നിർത്തി ആദ്യം ഇറങ്ങിയത് മഹിയായിരുന്നു. കാറിൽ നിന്ന് മഹി ഇറങ്ങിയത് കണ്ട് ഗായു ഇരുന്നിടത്തു നിന്ന് ചാടി എണീറ്റു. അവർ മൂവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. തുടരും. ഒരു നാടൻ കഥയാണ് കേട്ടോ.